വെറുത്ത് വെറുത്ത് കുട്ടിശങ്കറിനോട് ഇഷ്ടം എന്ന് പറയുന്നത് പോലെ നമ്മൾ മലയാളികൾ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വെറുത്തിട്ട് പിന്നീട് ഒരു സമയത്ത് ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരാളാണ് എന്നോടൊപ്പുള്ളത് ജാസി. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. നീ ജാസി, എന്താണ് പുതിയ വിശേഷം ഇപ്പൊ? പുതിയ വിശേഷങ്ങൾ നന്നായി പോകുന്നു. ഇങ്ങനെ കുറെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിട്ട് പോവാണ്. നിലത്ത് നിൽക്കണ്ടേ? എപ്പോഴും ഫ്ലൈയിങ് ഫ്ലൈയിങ് ഓൾവേസ് അപ്പ് ഇൻ ദി എയർ. നമ്മൾ ഇത്രയും സംസാരിച്ചു. ജാസി പെണ്ണാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആണാണോ എന്ന് ചോദിച്ചാലും അല്ല. ഇതെന്ത് ജീവയാണ് എന്റെ ഈശ്വര. പിന്നെ ഇത്രയും പുട്ടിയിട്ട് പട്ടിഷോ കാണിക്കാൻ ജാസി ആരാ? ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഇപ്പൊ മോള് ചോദിച്ചു ജാസ്തി ആണാണോന്ന് ചോദിച്ചാൽ അല്ല, പെണ്ണാണോന്ന് ചോദിച്ചാൽ അല്ല. സ്വാഭാവികം. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്ത് ഞാൻ തിരിച്ചു ചോദിക്കാണ്. മോള് പെണ്ണാണോ? ജാസി, ഇപ്പൊ എന്റെ കാര്യത്തിൽ എന്റെ ജെൻഡർ ഞാൻ തുടക്കം തൊട്ടേ പെണ്ണാണെന്നുള്ള ഐഡന്റിറ്റി തന്നെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. പക്ഷെ ജാസി അത് മോള് പറയുന്നതല്ലേ. ഇപ്പൊ മോള് എന്നോട് ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് മോള് പറയുന്നതാണ് ഞാൻ പെണ്ണാണെന്നുള്ളത്. തെളിവ് എന്താ ഉള്ളത്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അത് തന്നെ. പക്ഷെ ഒറ്റൊരു കാര്യം, ഞാൻ എന്റെ ജെൻഡർ എന്താണോ ലേഡി എന്നുള്ളൊരു ജെൻഡറിൽ ഞാൻ നിന്നു, ഞാൻ കല്യാണം കഴിച്ചു, ആ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കല്യാണം കഴിച്ചു, മോള് കുട്ടിയുണ്ട്, ഒക്കെ റെഡിയാണ്. മോള് പെണ്ണാണെന്നുള്ളതിന്റെ തെളിവ് എന്താണ്? മനസ്സിലായി. തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഊരിലങ്ങൂരി അപ്പൊ തന്നെ ഞാൻ ഫോൺ. ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. എന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ഇപ്പൊ എന്നോട് മോള് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. കുട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ജെൻഡറിന്റെ ഒരു റിപ്ലൈ ആണ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ജാസി ഓൾറെഡി ജെൻഡർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മെയിൽ ആണെന്ന് പറഞ്ഞു. പിന്നെ ഒരു കല്യാണം കഴിച്ചു, പിന്നെ അത് ഫീമെയിൽ, ഞാനൊരു ഫീമെയിൽ ആണെന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ള ഒന്ന് മാത്രമാണ്, ഇവൻ കള്ളനാണ്, ഇവന്റെ തന്ത പെരും കള്ളനാണ്. പോയി ചത്തുടടാ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.